എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഇനി പോയി ബാക്കിയൊക്കെ ചെയ്തോ. മറന്നുണ്ടായിരിക്കില്ല, എനിക്ക് മനസ്സിലായി. ആ ആ എപ്പോ സംസാരിക്കാൻ പറ്റും? സ്വാഭാവികമാടാ, ഇത് തീർത്തിട്ട് വരാടാ. സമയം ഉം. എത്രയായി? 10. 2 മണിക്ക് വരാന്നാ. 9:30 ഉറങ്ങിയ കൊച്ചാണ്, പാവം ഭയങ്കര കൊച്ച്. ശോകമാണ്, ഉണ്ടായില്ല, ഭയങ്കര ശോകം. 9:30 പറഞ്ഞ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. നിനക്ക് റീസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോഡ് ഞാൻ റീസണിങ് നീ ഒന്നും 16 ചെയ്തില്ലടി. എഴുതി. 16. പിന്നെന്താ കുഴപ്പം? ഒരു ഡി എയും കൂടി ചെയ്യായിരുന്നു, പിന്നെ എനിക്ക് വാല്യൂ ഞാൻ ഒരു എടുക്കാൻ കാര്യം പറ്റുന്നില്ല പറയട്ടെ, അതിനുള്ളിൽ. നിങ്ങൾ രണ്ടുപേരുടെ പോയി ഒന്ന് ഫോൺ വിളിക്കുമോ? ഇല്ല. കേട്ടേ, ഇറങ്ങിപ്പോ. വിളി, ചേച്ചി ഇറങ്ങിയിട്ട് അവളെ വിളി. ഗെറ്റ് ഔട്ട്, രണ്ടും ഇറങ്ങിപ്പോ. വിളിക്കുന്നുണ്ടെങ്കിൽ ഇറക്കി വിട്ടു. നേരത്തെ പറയണം, ഫോൺ തപ്പി ഇറക്കിവിട്ട് എടുക്കാം. ഇറക്കിവിട്ട് വേണം. ഇപ്പം ഇല്ല ഇല്ല വിളിച്ചാൽ ഞാൻ പോവാ. ഞാൻ വേറെ പഠിക്കാൻ പോവാ. വിളിച്ചാൽ അവള് ഫോൺ എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ അതും എടുക്കത്തില്ല. അവന്റെ അയ്യോ തപ്പാണോ? വേണ്ട. രണ്ടാളും പ്രാരബ്ധം പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് കരയാനാ. വേണ്ട വേണ്ട, നിർത്തി. അത് ശരിയാ. ഗെറ്റ് ഔട്ട്. അയ്യോ എന്റെ ബ്രോ വിളിച്ചിട്ടുണ്ട്. ഇനി പോയി അവിടെ പോയി സംസാരിക്കും. ഇനി സമയം മൊത്തം കളഞ്ഞിട്ട് വാ നീ. എടാ എന്റെ നീ ബ്രോയാണ്. എന്തേലും പറയണ്ട. നീ ശരി, എന്തിനു ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ പറയണ? അനിയനായിരുന്നു ഒന്ന് വേഗം സോറി. പറഞ്ഞേ, ഞാൻ നോക്കട്ടെ. ഒന്നുമില്ല ചേച്ചി, ചേച്ചിയെടുത്ത് പറഞ്ഞാലോ. ശരി, എന്റെ വലിയ ശല്യമാണല്ലോ. ഒന്നും പറയണ്ട. അതെ, സ്റ്റോപ്പ്. ബാക്കി ഞാൻ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അടുത്തതിൻ്റെ ബന്ധമുള്ള അതിൽ എവിടെയാണ് നമ്മൾ നിർത്തിയത്? എവിടേക്കോ നിർത്തി. ഫ്രാക്ഷൻസിൽ നെക്സ്റ്റ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 25 അപ്പോൾ ഒരു നമ്പറിനെ നമ്മളിപ്പോൾ എന്താണ് 435 ഇൻറ്റു ഞാൻ പോവാട്ടെ. 25. വേഗം പറയേച്ചി, പറഞ്ഞില്ല ചേച്ചിക്ക് അടിയാ. ഇമ്പോസിഷൻ ഞാൻ ഇപ്പോൾ എഴുതിയിട്ട് ഞാൻ അയ്യോ, ഹരിക്കണം 4. ആ 2 0. 25 വെച്ച് മൾട്ടിപ്ലൈ, ഒരു നമ്പറിനെ 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യുക? ആ നമ്പറിന് അല്ലെങ്കിൽ 435 എന്ത് ചെയ്യണം? 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 4 0 3. 3 പറ്റിയില്ല, 3 പറ്റത്തില്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കും. 35 8 8 32 3 0 0.7. ഈ 0 ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തതല്ലേ? ഗൗരവകാർക്ക് മറ്റേ സാധനം തുടങ്ങാൻ പോവാ, ക്രിട്ടിക്കൽ റീസണിങ്. സന്തോഷം, അത് നമുക്ക് വാങ്ങിക്കാം. എല്ലാം ചോർത്തിക്കൊണ്ട്. അപ്പോൾ 728, ബാക്കി 2 0 5. ഓക്കെ, 20 എന്നെ വിളിക്കിത് കഴിഞ്ഞിട്ട് ഞാൻ പോണെന്ന്. അപ്പോൾ 108 ഞാൻ ശരി, അനാലിസിസ് ചെയ്ത് ഞാനും പോവാ. വെക്കാം. 7 5. അപ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എടുത്ത് 108.7 108.75. ഇതാണ് എന്ത് വരുന്നത്? 25 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഞാൻ പോവാട്ടാ. ശരി ചേച്ചി. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്താണ് 25ൻ്റെ ടേബിൾ. കാരണം നമുക്ക് അല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറൊക്കെ വലിയ നമ്പേഴ്സ് ആയിരിക്കും. ബട്ട് അറിയാവുന്ന ഒരാൾക്ക് നമുക്ക് വരുന്ന എല്ലാ കാൽക്കുലേഷനും ബേസ്ഡ് ഓൺ ട്രിക്സ് ആയിരിക്കും. എന്തെങ്കിലും ഷോർട്ട് കട്ട് ടൈപ്പ് എന്തെങ്കിലും കാണും. അപ്പോൾ വേറൊന്നും എന്ത് പറയുന്നത്? നമുക്കിപ്പോൾ 432 ഇൻറ്റു 25 എത്ര വരും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ മൈൻഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം. ഇതൊക്കെ പയ്യെ 1 4 4 റിമൈൻഡർ 0. 3 പറ്റത്തില്ല, 0 ഇടും, 2 ഇടും, 8. അപ്പോൾ 108 വന്ന് പിന്നെ 2 ഡെസിമൽ ഇൻറ്റു 100 കൂടെ വരും. കിട്ടുന്ന അതിൻ്റെ കൂടെ ഇൻറ്റു 100 കൂടെ വരും. വേറെണ്ണം പറഞ്ഞാൽ, വേറെണ്ണം പറയുമ്പോൾ ഇപ്പം 1082 ഇൻറ്റു 25 എന്ത് ചെയ്യും? 4 വെച്ച് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 ആകുമ്പോഴത്തേക്ക് 8 28 7 28 0. 2 പറ്റത്തില്ല, 0 ഇടും. ഇനി ഡെസിമൽ ഇടുമ്പം 0 ഇറക്കാൻ പറ്റും, 5. അപ്പോൾ 270.5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 270.50. ഇതാണ് 25 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇനി 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതിന് ഞാൻ വേറൊരു പരിപാടിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിന് വേറെ എളുപ്പവഴിയുണ്ട്. അതിൻ്റെ എളുപ്പമൊന്നുമില്ല, അതൊന്നുമില്ല. അടുത്ത ഏതാണ്? ഇത് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 452 ഡിവൈഡഡ് ബൈ 25.
25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 452 ഇൻറ്റു 4 8 4 20 20 16 18 18 എന്നിട്ട് 2 ഡെസിമൽ ലെഫ്റ്റിലേക്ക് മാറ്റണം. 18.08 അടുത്തേപ്പോൾ വരുമ്പോഴത്തേക്ക് 324 ഡിവൈഡഡ് ബൈ 25. 324 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ എന്ത് വരും? 324 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12 8 16. അപ്പം 1296 എന്ന് വരും. 2 ഡെസിമൽ മാറ്റുമ്പോൾ 12.96. ഓക്കെ ഓക്കെ ആണോ? 25ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. 25ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ അവസാനം 25 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 75 അല്ലെങ്കിൽ 00 ആയിരിക്കും. 25ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ അവസാനം ഉറപ്പായിട്ടും ഇതായിരിക്കും. അപ്പം സപ്പോസ് നമുക്കിപ്പം എക്സാമിന് ചിലപ്പോൾ വരുമായിരിക്കും 42 25 42 25 ഡിവൈഡഡ് ബൈ 25. ഇതേതാണ്? 25ൻ്റെ മൾട്ടിപ്പിളിനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഏതിനെയാണ്? 25ൻ്റെ മൾട്ടിപ്പിളാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അവസാനത്തെ 2 ഡിജിറ്റ് 25 ആണ്. അവസാനത്തെ 2 ഡിജിറ്റ് 25 ആണെങ്കിൽ 30 60 42 ക്വസ്റ്റ്യൻ ഇല്ല മക്കളെ. ഫുൾ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നാടാ? 42 ഫുൾ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നാ? ഒരു മിനിറ്റടാ. മുപ്പത്താറ് ടു 43. 46 ടു 43. ഷിറ്റ്. ശരി. അപ്പോൾ 25ൻ്റെ മൾട്ടിപ്പിളിനെയാണ് കട്ട് ചെയ്യാനുള്ളതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇതങ്ങ് മാറ്റുക. 42 ഇൻറ്റു 4 ചെയ്താൽ മതി. 42 ഇൻറ്റു 4 എത്രയാ? 42 ഇൻറ്റു 4 168. 25 ആണെങ്കിൽ 1 കൂട്ടുക. 169. 50 ആണെങ്കിൽ 2 കൂട്ടുക. 75 ആണെങ്കിൽ 3 കൂട്ടുക. എളുപ്പമാണ്. 48 75 ഡിവൈഡഡ് ബൈ 25 എന്ത് ചെയ്യും? 48 ഇൻറ്റു 4 ചെയ്യും. 16 192. അവസാനം 75 കിടക്കുന്നതുകൊണ്ട് 95. ഭയങ്കരമായിട്ട് സമയം ലാഭിക്കാൻ പറ്റുമോ? ഇതൊന്നും യൂസ് ചെയ്യുന്നവർ ഭയങ്കര കുറവാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇതൊന്നും പോയി ആർക്കും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക. കോമ്പറ്റീഷൻ കൂട്ടരുത്. കോമ്പറ്റീഷൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇതൊന്നും എല്ലാം യൂസ് ചെയ്യുന്ന ഭയങ്കര കുറവ്. ഇതെല്ലാം യൂസ് ചെയ്ത് ചെയ്യുന്നവരുന്നു. അപ്പം ഹരിത ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഹരിത ചേച്ചിയൊക്കെ പക്ക കൺവെൻഷനിലാണ്. ഫുള്ളിരുന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഭയങ്കരമായിട്ട് സമയം എടുക്കും നമുക്ക്. പക്ഷെ ഇത് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്തുകൂടെ ഇത്? ഇത് 25. അപ്പോൾ 25ൻ്റെ തന്നെ നമ്മൾ 3 കേസ് പറഞ്ഞ്. മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ്, ഡിവിഷൻ പറഞ്ഞ്, പിന്നെ 25ൻ്റെ തന്നെ മൾട്ടിപ്പിളിൻ്റെ ഡിവിഷനും പറഞ്ഞു. ഓക്കെ. ദെൻ അടുത്ത ഏതാടാ? വേറെ എണ്ണം ഇപ്പം എന്താണ്? അപ്പോൾ ഇത് പറഞ്ഞില്ല 50ൻ്റെ. അതിപ്പോൾ 50ൻ്റെ മൾട്ടിപ്ലിക്കേഷനും 50ൻ്റെ ഡിവിഷനും. 42 ഇൻറ്റു 50. 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യുക? പകുതി എടുത്തിട്ട് പകുതി എടുത്തിട്ട് 2 0. 50 ആണെങ്കിൽ പകുതി എടുത്തിട്ട് 2 0. എത്രയാ?
21 21 2 0 0 0. എന്ന് വെച്ചാൽ ഇൻറ്റു 100 തന്നെയാണ്. ഉം, ഓക്കെ. ഉം. മറ്റേതാണെങ്കിൽ ഇൻറ്റു 5 ആണെങ്കിലാണ് എന്ത് വരുന്നത്? 10 പകുതി ഇൻറ്റു എടുത്തിട്ട് ഇൻറ്റു 10 210 വരും. വേറെ ഏതാണ്? 325 ഇൻറ്റു 50 പാതി എത്ര വരുന്നത്? 150. 2 സ്പ്ലിറ്റ് ചെയ്തും എടുക്കുക, അതും പറയാം. അപ്പം 12 വരും. 6 12ആയി. 5 2 4 1 0. അപ്പോൾ 5. 162.5 ഇൻറ്റു 100 ചെയ്യുക. 1625 ഓക്കെ ആണോ? ഓക്കെ. ഇനി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അപ്പം 325ൻ്റെ പാതി നമുക്ക് അല്ലാണ്ടും എടുക്കാം. എങ്ങനെ എടുക്കാം? 300ൻ്റെ പാതി 150 25ൻ്റെ പാതി 300ൻ്റെ പാതി 150ഉം 25ൻ്റെ പാതി 25 പാതി 12. 12. 162 നോക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ഇത് 50ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇതുപോലെ എന്താണ് 50ൻ്റെ ഡിവിഷൻ? അപ്പം എങ്ങനെ ആയിരിക്കും? ഇരട്ടി എടുത്തിട്ട് 320/50 ആകുമ്പോഴത്തേക്ക് ഡബിൾ ചെയ്യുക. 640. ഇവിടെ ഇപ്പം സോറി കട്ട് ചെയ്യാല്ലേ. 32/5. 5ൻ്റെ ഡിവിഷൻ എന്താണ്? ഇരട്ടി എടുക്കുക, ഒരു ഡെസിമൽ മാറ്റുക. ഒരു ഡെസിമൽ ഇങ്ങോട്ട് കുത്തുക. 6.4. ഈ 5 നമുക്ക് എപ്പോഴും വരുന്ന സാധനം കേട്ടോ. നേരെ ഇപ്പം 22/5 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇരട്ടി എടുക്കുക, 4. ഒരു ഡെസിമൽ മാറ്റുക. 50 ആണെങ്കിൽ എങ്ങനെ? ഇപ്പോൾ 22/50 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഡബിൾ എടുക്കുക, 2 ഡെസിമൽ മാറ്റും. 50ഉം 5ഉം കൂടെ ഒരുമിച്ചായിപ്പോയല്ലേ. ഓക്കെ, മനസ്സിലായോ? അപ്പം അങ്ങനെ അത് വരുന്നുണ്ട്. പിന്നെ ഏതാണ്? സിംപ്ലിഫിക്കേഷൻ്റെ കേസ് അങ്ങനെ പറഞ്ഞ ഡൗട്ട് ഉണ്ടായിരുന്നോ? ചെയ്തു വന്നപ്പോൾ ഡൗട്ട് വല്ലതും ഞാൻ വന്നോ? രാവിലെ ഇത് കണ്ടായിരുന്നു, ക്ലിയർ ആയോ? വീഡിയോ. ഞാൻ മറന്നുപോയായിരുന്നു രാവിലെ. ഞാൻ വീണ്ടും കണ്ട്. നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്തായിരുന്നു? ഇനിയിപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയാണ്? ഐഡൻറ്റിറ്റീസ് അല്ലെ പിന്നെ പവറിൻ്റെ കേസിലൊക്കെ പറഞ്ഞു. മറ്റെന്താണ്? a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n. a raised to m ഡിവൈഡഡ് ബൈ a raised to n എന്ന് പറയുന്നത് a raised to m minus n. സപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 raised to 2 into 2 raised to 3 is equal to 2 raised to 5. 2 raised to 10 divided by 2 raised to 8 is equal to 2 raised to 2. 2 raised to അല്ലെങ്കിൽ a raised to minus m എന്ന് പറയുന്നത് 1/a raised to m, അല്ലെങ്കിൽ 5 raised to minus 3 എന്ന് പറഞ്ഞാൽ 1/5³ എന്നാണ്. ഓക്കെ ഓക്കെ ആണോ? മനസ്സിലായില്ലേ? മനസ്സിലായി. a raised to minus m എന്നാണോ? മൈനസ് എം. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? എക്സ് റേസ് ടു 1/2. ഓക്കെ, അപ്പം 4 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റൂട്ട് 4. എത്രയാ? 2. 216 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അല്ല 1/3 എന്ന് പറഞ്ഞാൽ
ക്യൂബ് റൂട്ട് ഓഫ് ക്യൂബ് 216 എത്രയാ? 6. 6. മനസ്സിലായോ? ആ. ഇനി 216 റൈസ് ടു 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. 2/3 എന്താക്കുക? ഈ 2/3 1/3 ഇൻറ്റു 2 എന്നാക്കുക. 1/3 ഇൻറ്റു 2 അല്ലേ 2/3. 2/3 എന്താക്കുക? 1/3 ഇൻറ്റു 2. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ അഡിഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസ് ഇന്നലെ പറഞ്ഞു. 1/2 ഇൻറ്റു 1/3 എത്രയാണ് വരുന്നത്? 1/6. ആ, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വെറുതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/6. 2/5 ഇൻറ്റു 3/4 എന്ന് പറയുമ്പോൾ, അല്ലെ 3/7 എന്ന് പറയുമ്പോൾ 6/35. ഓക്കെ. 2/5 ഡിവൈഡഡ് ബൈ 3/7 എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2/5 ഇൻറ്റു 7/3 ഇസ് ഈക്വൽ ടു 14/15. ഓക്കെ ആണല്ലോ? ആ, അപ്പോൾ ഈ 2/3 എന്ത് ചെയ്ത് 1/3 ഇൻറ്റു 2 എന്നാക്കി. അല്ലെങ്കിൽ 1/3 ഇൻറ്റു 2 ആണ് എന്ത്? 2/3. ഓക്കെ. അപ്പോൾ ഈ 2/3 എന്താക്കിയെന്നാണ് പറഞ്ഞത്? 216 റൈസ് ടു 1/3 ഇൻറ്റു 2 എന്നാക്കി. ഓക്കെ ആണോ? എന്നിട്ട് നിനക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ആദ്യം ചെയ്യാം. അപ്പോൾ ഇത് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ 2 കാര്യങ്ങൾ ചെയ്യണം. 216 ക്യൂബും എടുക്കാം, സ്ക്വയറും എടുക്കാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നേ ആദ്യം ചെയ്യാവൂ. ഒന്നെങ്കിൽ ഇതിനെ നിനക്ക് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 216 1/3 കണ്ടുപിടിക്കുക. എത്രയാ? 72 ആണോ? 216 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എന്തുവാ അത്? ക്യൂബ്. ക്യൂബ് റൂട്ട് 6. എന്നിട്ട് നമ്മളിപ്പോൾ എന്തോ കണ്ടുപിടിച്ചേ? 216 റേസ് ടു 1/3 കണ്ടുപിടിച്ച്. അപ്പോൾ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇനി 6ൻ്റെ സ്ക്വയർ 36 എന്നാണ് എൻ്റെ ആൻസർ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 216 സ്ക്വയർ കണ്ടുപിടിക്കണം. നടക്കണ പരിപാടിയാണോ? ഇല്ല. എന്നിട്ട് ഈ കിട്ടുന്ന ആൻസറിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോഴും 36 തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ പവറിൽ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ വേറെ നമുക്കിടാം. ചെറുതൊരെണ്ണം പറയാം. 8 റേസ് ടു 3/2. 3/2 പറ്റത്തില്ലല്ലേ? 16 റേസ് ടു 3/2. നമുക്ക് എങ്ങനെ ചെയ്യാടാ? 16 raised to 3/2. എന്ത് ചെയ്യാം? 3/2 എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു 1/2 into 3 ഇങ്ങനെ ആക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഒന്നെങ്കിൽ 16 റേസ് ടു 1/2 കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 16 ക്യൂബ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 രീതി ചെയ്യാം. ഒരു രീതിയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ആദ്യം ഞാൻ 16ൻ്റെ റൂട്ട് എടുത്ത് 16 റേസ് ടു 1/2 എടുത്ത്. എത്രയാ? 16 സ്ക്വയർ. 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടല്ലേ മോളെ? 16 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 16 എന്നല്ലേ? മനസ്സിലായില്ലേ? 16 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 അല്ലേ? എത്രയാ? 4. ആ കിട്ടുന്ന ആൻസറിൻ്റെ നമ്മളിപ്പോൾ 16 റേസ് ടു 1/2 4 ആണ്. ആ 4ൻ്റെ ക്യൂബ് 64. ഇനി സെക്കൻഡ് കേസ് ഇത് എങ്ങനെ ചെയ്യാം? ആദ്യം 16ൻ്റെ ക്യൂബ് എടുക്കുക. 16ൻ്റെ ക്യൂബ് എത്രയാ? 4096. 4096 അല്ലേ? 4096. എന്നിട്ട് എന്താ ഇപ്പം നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? 16ൻ്റെ ക്യൂബ് എടുത്ത്. 16ൻ്റെ ക്യൂബ് ഇതാണ് ആദ്യം ചെയ്തത്. ഇനി ആരുണ്ട്? ഇതേ റേസ്റ്റ് 1 ഇതിൻ്റെ റൂട്ട് എടുക്കണം.
4092 റൂട്ട് എങ്ങനെ എടുക്കുന്നത്? ആ മാറ്റി 6 എന്നിട്ട് വരുമ്പം 4ഉം 6. 4ഉം 6ഉം വരും. 40ൻ്റെ അപ്പുറത്ത് 36ഉം 49ഉം. പിന്നെ 49. 6ൻ്റെയും 7ൻ്റെയും 6 7ന്റെ × 7 42. 42. 42കൾ ചെറുതായതുകൊണ്ട് ചെറിയ നമ്പർ 64. 64. സെയിം ആൻസർ തന്നെ വന്നേ. ഓ. 2 രീതി ചെയ്താലും കിട്ടും. സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പക്ഷെ നമ്മൾ ചെറുതാക്കി പോവാം. റൂട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അതങ്ങ് എടുക്കുക. അപ്പോൾ ഒരു നമ്പർ അത്രയും ചെറുതാവുമല്ലോ. വേറെ എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ 36 റേസ് ടു 36 വേണ്ട, 256 റേസ് ടു 3/4. എങ്ങനെ ചെയ്യാടാ? 1/4 × 3. 256 റേസ് ടു 1/4 × 3 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എന്താടാ അത്? × 25 ആണ്. റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 256 റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ 4th റൂട്ട് ഓഫ് 256 ആണ്. 4th റൂട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം റൂട്ട് എടുക്കുക. റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു നമ്പറിനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 256 കിട്ടിയെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? നമ്മളിപ്പോൾ എക്സാമ്പിൾ 2 × 2 × 2 × കുറച്ച് മതി 2 2 2 4 = 2 4 8 16. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 16ൻ്റെ 4th റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2. ഏത് നമ്പറിനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 16 കിട്ടിയത്? 2. അതല്ലാണ്ട് എങ്ങനെ എടുക്കാം? റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം റൂട്ട് എടുത്താൽ മതി. 16ൻ്റെ റൂട്ട് 4, 4ൻ്റെ റൂട്ട് 2. 4th റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ 1/4 അല്ലെങ്കിൽ 4th റൂട്ട് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഇവിടെ 4 അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണിത്? 256 ഈ 3/4 ഞാൻ എന്ത് ചെയ്ത് 1/4 × 3. അപ്പോൾ ആദ്യം ഞാൻ 256ൻ്റെ 1/4 കണ്ടുപിടിക്കുകയാണ്. 1/4 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് 2 പ്രാവശ്യം റൂട്ട് എടുക്കുക. 256ൻ്റെ റൂട്ട് എത്രയാ? 16. 16ൻ്റെ റൂട്ട് എത്രയാ? 4. അപ്പം 256 റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടി. 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബ് 64. 64. ഓക്കെ ആണോ? മനസ്സിലായി? കേൾക്കാം മാഡം. മഴ പെയ്യുന്നു. ഹലോ പറഞ്ഞേ. ഹലോ മനസ്സിലായോ? ശരി. ഇനി വേറെ ഒരെണ്ണം പറയാം. ഇവിടെ തന്നിട്ടൊക്കെ എഴുതുമല്ലേ, അവിടെ കിടക്കട്ടത്. അടുത്ത ഇനി എന്താണ്? വേറെണ്ണം പറയാണ്. 32 റേസ് ടു 0.7. 32 റേസ് ടു 0.7. അപ്പം 0.7 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.7 എന്ന് പറഞ്ഞാൽ 7/10 അല്ലേ? അല്ലെങ്കിൽ 0.7 ആണ് അല്ലേ? അല്ലെങ്കിൽ 0.7/1 ആണ്. നമ്മൾ എന്തൊരു നമ്പർ ഇപ്പോൾ 5 എന്ന് എഴുതിയത് 5/1 ആണ്. അപ്പോൾ ആ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡെസിമൽ ഉള്ളതുകൊണ്ട് മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 7/10 എന്ന് കിട്ടും. അപ്പോൾ 0.7 എന്ന് പറഞ്ഞാൽ 7/10 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 32 റേസ് ടു 7/10 എന്നാക്കാം.
ഇതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 32 1 by 1 10 by into 10. 7. അപ്പം 32 1 by 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? ഏതോ ഒരു നമ്പറിനെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 32 കിട്ടിയത്. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം എന്നൊക്കെ പറയുമ്പം മോസ്റ്റ് പ്രോബബിളി അതിൻ്റെ ആൻസർ 2 അല്ലെങ്കിൽ 3 ആയിരിക്കും. മിക്കവാറും ഒരു 99% കേസുള്ളത് എന്തായിരിക്കും? 2ൻ്റെ അതേ വരും. കാരണം 2 മാത്രമേ നമുക്ക് ഇത്രയും വലുതാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, 2ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ? 2 4 8 കയ്യിൽ തന്നെ നമ്മുടെ വിരൽ കൗണ്ട് ചെയ്ത് പോയാൽ മതി. ഓരോന്ന് എണ്ണുമ്പോഴത്തേക്ക് 2, അപ്പോൾ 1 എടുക്കുക. 2 4 8 16 32. മനസ്സിലായോ? ഇതിപ്പോൾ എത്രയായി? 2 4 8 16 32 എന്ന് പറയുമ്പോൾ ഇത് എത്ര ചെയ്ത്? 32 വന്നത് എന്താടാ? 32 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് 2⁻1 ഇത് 2 സ്ക്വയർ 2 ക്യൂബ് 2⁴ 2⁵. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അതെന്താണത്? 2⁵ ആണത്. അപ്പം ഇച്ചിരി വലുതായിപ്പോയി. ഇത്രയും വേണ്ട, ഇത് മായ്ക്കും. വേണ്ട വേണ്ട, ഞാൻ ചെറുത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, വേറെണ്ണം പറയാം. അടുത്ത് എന്ത് പറയാ? ഈ പവർ ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? 4 64നെ 2ൻ്റെ പവറായിട്ട് പറഞ്ഞേ. അത് മൈൻഡിൽ തന്നെ അങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. 2 4 ഇത് എണ്ണുമ്പോൾ കൈയിൻ്റെ വിരലെടുത്തെടുത്ത് പോയത്, ഡബിൾ ചെയ്ത് പോവുക. കയ്യിലെ വിരലൂടെ കൗണ്ട് ചെയ്ത് പോയത്. 2 4 8 16 32 64. എത്രയായി? 6. 2⁻6 ആണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോഴേ നമുക്കൊരു പരിപാടി ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ 64ൻ്റെ റേസ്റ്റ് 1/6 എടുക്കാൻ പറയുകയാണ്. 64 റേസ്റ്റ് 1/6 എടുക്കാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ 64 നമുക്ക് 2ൻ്റെ പവറിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നതാണ്. 2 4 8 16 32 64. അപ്പോൾ 64ന് പകരം എനിക്ക് എന്തെടുക്കാൻ പറ്റും? 2⁻6 എന്ന് എഴുതാൻ പറ്റും. 64ന് പകരം 2⁻6 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ആ 64 റേസ്റ്റ് 1/6 കടന്നത്. 64 2⁻6 എന്ന് പറഞ്ഞാൽ 64. 64 റേസ്റ്റ് 1/6. ഇതെന്താ കിടക്കുന്നുണ്ട്? a⁻m ദ ഹോൾ റേസ്റ്റ് n, അങ്ങനെയല്ലേ കിടക്കുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? a⁻m × n ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരണം? 2⁻6 1/6. കട്ട് ചെയ്ത് പോകത്തില്ലേ? 2⁻1 = 2. പവറിലെ ഇങ്ങനെ പവർ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പവറിനെ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ എന്ത് ചെയ്യുക? ഒരെണ്ണം പറയാനാണെങ്കിൽ 125 റേസ്റ്റ് 1/5. നമ്മൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ 125 എന്ന് പറഞ്ഞാലേ എന്താടാ? 5ൻ്റെ ക്യൂബ്. 5ൻ്റെ ക്യൂബാണ്. റേസ്റ്റ് 1/5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 5⁻3/5. 3/5. മനസ്സിലായോ? മനസ്സിലായോ?
നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്. 125 റേസ് ടു 1/5 പ്ലസ് 25 റേസ് ടു 1/5. അപ്പം നമ്മൾ ചെയ്യുമോ? നോർമലി നമ്മൾ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? 125 എനിക്ക് എന്താണെന്നറിയാം. 5ന്റെ ക്യൂബ് 5ന്റെ ക്യൂബ് റേസ് ടു 1/5 1/5 പ്ലസ് ഇതെന്താ? 5ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ റേസ് ടു 1/5. ആ ഇതെന്താ? 5 ക്യൂബ് റേസ് ടു 1/5 നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ 5 ക്യൂബ് റേസ് ടു 1/5 5 റേസ് ടു 3/5 എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ 5 റേസ് ടു 3/5 പ്ലസ് പ്ലസ് മാറ്റേ ഇത് ഇൻറ്റു ആക്കിയേ, ക്വസ്റ്റ്യൻ മാറ്റി ഇൻറ്റു ആക്കിയേ. ഇൻറ്റു അടുത്ത 5 റേസ് ടു 2/5. ഇതെന്താ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. രണ്ടും സെയിം നമ്പേഴ്സ് അല്ലേ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എത്രയാ? എ റേസ് ടു എം പ്ലസ് എൻ. പഠിക്കണം. എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ 5 റേസ് ടു 3/5 പ്ലസ് 2/5 എത്രയാടാ? 5/5. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. 5 റേസ് ടു 5/5 അല്ലെങ്കിൽ 5 റേസ് ടു 1 5. ആൻസർ കിട്ടിയ? മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഇപ്പോൾ വേറെണ്ണം പറയാണ്. 8 റേസ് ടു 7 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 9 എങ്ങനെ ചെയ്യും? നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു കോമൺ പവർ കാണും. മീൻസ് ആരെങ്കിലും ഒരു കോമൺ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ 8 റേസ് ടു 7 മൈനസ് 4 റേസ് ടു 6 അല്ല ഡിവൈഡഡ് ബൈ. അപ്പം 8 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പവറാടാ? ക്യൂബ് അല്ലേടാ അത് 8 എന്ന് പറയുന്നത്? 2 ക്യൂബ് റേസ് ടു 7 ഡിവൈഡഡ് ബൈ ഇതെന്താ? 2ന്റെ സ്ക്വയർ റേസ് ടു 6 അല്ലേ? 2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 7 എന്ന് പറയുമ്പോൾ എത്ര വരും? എ റേസ് ടു എം ഇൻറ്റു അല്ല എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. 2 റേസ് ടു 3 into 7 2 റേസ് ടു 3 ഇൻറ്റു 7 2 റേസ് ടു 21 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 12 12. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ എ റേസ് ടു എം മൈനസ് 21 minus 12 എത്ര വരും? 2 റേസ് ടു 9. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് 8 റേസ് ടു 7 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 6 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 2x പ്ലസ് 1 എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് അത് അവർ തന്നെ അപ്പം നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഏതിൻ്റെ പവറിലോട്ടാണ് മാറ്റാനുള്ളത്? 2ൻ്റെ പവറിലേക്ക്. നമുക്കപ്പോൾ ഇത് എന്ത് ചെയ്യാം? നമ്മളിത് സോൾവ് ചെയ്തെടുക്കും അല്ലേ? 2 ക്യൂബ് റേസ് ടു 7 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ റേസ് ടു 6 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 21 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 12 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 9. പൊടി മൈനസ് അല്ലേ? അതല്ല ഞാൻ 2 റേസ് ടു 9. അപ്പം 2 റേസ് ടു 9 ആണ് നമുക്ക് എന്തെന്ന് തന്നിരിക്കുന്നത്? 2 റേസ് ടു 2x പ്ലസ് 1. അപ്പം രണ്ട് ബേസും സെയിം ആണെങ്കിൽ പവറും സെയിം ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞാലേ അപ്പം 9 ആണ് 2x പ്ലസ് 1. അപ്പം 2x ഈസ് ഈക്വൽ ടു 9 മൈനസ് 1 8. x ഈസ് ഈക്വൽ ടു 4. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത്, പവറിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ്. മനസ്സിലായോടാ?
മനസ്സിലായി. അവിടെ നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. ഒരു ദിവസം കൊണ്ട് ഇതൊന്നും കത്തത്തൊന്നുമില്ല. ഉം. ഇതൊന്നും പിന്നെ നിനക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും പറഞ്ഞു തരത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതി വെക്കാം. 4^0.75 ഇൻറ്റു 32^0.7 ഡിവൈഡഡ് ബൈ 8^-4/3 ഈസ് ഈക്വൽ ടു 2^5x - 1. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലേ മൈനസിൻ്റെ കേസ്? പറഞ്ഞായിരുന്നല്ലോ. 2^-3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m. അപ്പോൾ 8^-4/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/8^4/3. കത്തിയില്ലേ? ഇല്ല. ഇത് നേരത്തെ ഐഡൻറ്റിറ്റി ആയിരുന്നു, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടടാ. a⁻m എന്ന് പറയുന്നത് 1/a⁻m ആണ്. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് മേലെ. 2^-2 എന്ന് പറയുന്നത് 1/2². 5^-10 എന്ന് പറയുന്നത് 1/5^10. 7^-1.9 എന്ന് പറയുന്നത് 1/7^1.9. ഓക്കെ, എന്ത് വന്നാലും അടിയിലിടുക, ഡിവൈഡ് അടിയിൽ മൈനസ് ഇല്ലാണ്ട് അങ്ങ് എഴുതുക. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ശരി. നമുക്കിപ്പോൾ ഇതെന്ത്, നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ബേസ് ഏതാണെന്ന് അവർ തന്നെ നമ്മൂടെ പറയുന്നുണ്ട്. ഈ പവറിനകത്ത്, പവറിൻ്റെ കേസിൽ ഇത് ഈ എഴുതുന്ന സാധനത്തിന് ബേസ് എന്ന് പറയും, മുകളിൽ എഴുതുന്നതിന് പവർ എന്ന് പറയും. അപ്പം നമുക്ക് ബേസ് എന്ത് വേണമെന്ന് അവർ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 മാറ്റാനുള്ളത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്തേ. 4നെ 2ൻ്റെ ഫോർമാറ്റിൽ എങ്ങനെയാക്കുന്നത്? 2^2^0.75 എന്ന് പറഞ്ഞാലേ 0.75 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ പഠിച്ചു വെച്ചോണേ. 3/4 ആണ്, മുക്കാലാണത്. 0.75 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. 3/4 3/4 ഇൻറ്റു 32 എന്ന് പറഞ്ഞാൽ എത്ര വരുടാ? പറഞ്ഞു നോക്ക്. 2, 4, 8, 16, 32. കൈ എണ്ണി എണ്ണി പൊക്കോണം, അപ്പോഴേ 5 കിട്ടി. അപ്പോൾ 2^5 0.7 എന്ന് പറഞ്ഞാൽ 7/10. ഓക്കെ, ഡിവൈഡഡ് ബൈ 8^-4/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? 2^3. അത് നമുക്ക് പിന്നെ മാറ്റാം. ഇപ്പം നമുക്ക് ആദ്യം മൈനസിനെ ഒന്ന് മാറ്റുക. 1/8^4/3 മൈനസ് ഇല്ലാണ്ട് എഴുതുക. മനസ്സിലായോ? മനസ്സിലായി. 8^-5 എന്ന് പറഞ്ഞാൽ 1/8^5. ഓക്കെ, അത്രയേ ഉള്ളൂ. മൈനസ് ഇല്ലാണ്ടങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്താ നമുക്കൊരു ഇക്വേഷൻ വരുമ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് ഏതാണ്? ഡിവിഷൻ അല്ലേ ചെയ്യാനുള്ളത്? ആദ്യം ചെയ്യാനുള്ള ഡിവിഷൻ. അപ്പോൾ ഏതാണ് നമ്മൾ ഈ പാർട്ട് കൊണ്ട് ആദ്യം ചെയ്യുന്നതല്ലേ? ഈ സാധനം ഡിവൈഡഡ് ബൈ, ഇതൊരു ഫ്രാക്ഷൻ അല്ലേടാ? 1/ ഇതെന്ന് പറയുന്നത് എന്തായാലും ഒരു ഫ്രാക്ഷൻ അല്ലേ? ഒരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യണം? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഫ്രാക്ഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ അങ്ങ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻറ്റു 8^4/3/1 എന്നാക്കും. എന്താക്കി? മറ്റേ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. മനസ്സിലായോ? അല്ലേലും എടുത്ത ക്വസ്റ്റ്യൻ വലുതായിപ്പോയി, അത് വേറെ സത്യം.
8⁴/3. പോട്ടെ, എന്തായാലും തുടങ്ങി. ആദ്യത്തത് എപ്പോഴും നമ്മൾ വലുത് പഠിക്കണം. 8നെ മാറ്റടാ. 2 cube. അപ്പം നമുക്കിവിടെ 2 2² × 2⁵ × 2⁵ എല്ലാ ഐഡന്റിറ്റിയും നമ്മളിവിടെ ഉപയോഗിക്കേണ്ടി വന്നല്ലേ, അല്ലേ? ഡിവിഷൻ മൈനസ് വന്ന് എല്ലാം വന്ന്. ഓക്കെ, ഇതെന്താ? A⁻m n. അപ്പം എന്ത് വരും? ഈ m plus n. A⁻m n. A⁻m n. m into അപ്പോൾ 2² × 3/4 അല്ലേ? ഈ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യില്ലേ? അപ്പം 2 കിട്ടത്തില്ലേ? അപ്പം എന്താടാ? 2/3/2 ഇൻറ്റു ഇവിടെ എന്താ? ഇവിടെ 2⁵ 5 × 7/10 കട്ട് ചെയ്യുമ്പോൾ 7/2. ഇവിടെ എന്ത് വരും? 3 × 4/3 കട്ട് ചെയ്യുമ്പോൾ 4 അല്ലേ? ആണോ? എവിടെ? 2 cube. 3 × 4/3. 3 കട്ട് ചെയ്ത് 4. A⁻m × അല്ലെങ്കിൽ ഇതെന്താണിത്? എങ്ങനെ എണ്ണണം? ഇങ്ങനെ സെയിം ബേസ് ആണെങ്കിൽ m + n + എടുക്കുക. അപ്പോൾ അവരെല്ലാം കൂടെ ആഡ് ചെയ്യുക. സെയിം ഡിനോമിനേറ്റർ ഇങ്ങനെ മൾട്ടിപ്ലൈ വന്നു കഴിഞ്ഞാൽ MNO. ഓക്കെ, അപ്പോൾ എന്ത്? m + n + 1 അങ്ങ് ചെയ്യുക. ഈക്വൽ ടു 2⁵ 3/2 + 7/2 + 4. എല്ലാ ഐഡന്റിറ്റി ഒരൊറ്റ സെറ്റിൽ വന്നില്ലേ? ഈക്വൽ ടു 3/2 + 7/2. 10/2 10/2 5 പ്ലസ് 4ഉം കൂടെ ഉണ്ട്, 9. നമുക്കത് എത്രയെന്നാ തന്നിരിക്കുന്നത്? 2⁵ ക്വസ്റ്റ്യൻ നോക്ക്. 5x - 5x - 1 ആണ്. അപ്പം അതും വന്നു. ഞാൻ പറഞ്ഞു ഇത് രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ബേസ് ഈക്വൽ ആണെങ്കിൽ പവറും ഈക്വൽ ആണ്. അപ്പോൾ 5x - 1 = 9. 5x = 10. x = 2. എല്ലാം കിട്ടിയ ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ 5 പ്രാവശ്യം ചെയ്തു കൂടി തന്നെ എല്ലാം തീരും. നീ ഈ വീഡിയോ വരെ എത്തിയായിരുന്നാടാ? മറ്റേ യൂട്യൂബിൽ കണ്ടപ്പോ? ഇല്ല, നന്നായി. മനസ്സിലാവണ്ടേ? നീ കാണാത്തത് നന്നായെന്ന്. ഇത് അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ടോ? പാവം ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതും ഇതൊന്നും അറിഞ്ഞൂടാണ്ട് പോയി കാണാൻ പറഞ്ഞു ഞാൻ. ചേച്ചി 3ാമത്തെയൊക്കെ കണ്ടു എന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, ഒന്നുകൂടെ തരട്ടെ ഇതുപോലത്തെ? 2⁵ 8.2 ഇൻറ്റു 4⁵ 7.2 ഡിവൈഡഡ് ബൈ 64⁵0.6 ഈക്വൽ ടു 2⁵x. നമ്മളൊന്ന് അറേഞ്ച് ചെയ്തേടാ. എല്ലാം നമുക്ക് എന്തിലോട്ടാ മാറ്റാനുള്ള? 2ന്റെ ബേസിലേക്ക്. അപ്പോൾ ഇത് 2⁵8.2 ഇൻറ്റു ഇതെന്താണ്? 2² ഇൻറ്റു 7.2 ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ
ഡിവൈഡഡ് ബൈ 64 0.6. 64 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 64 2ൻ്റെ പവറിൽ വരുന്നതാണെന്ന് നമ്മൾ ചെയ്ത് വരുമ്പോൾ ബാലൻസ്ഡ് ആയിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കയ്യിലെണ്ണ 2 4 8 16 32 64. അപ്പോൾ 2 എത്രയത്? 6. 2 0.6 അല്ലേ? ഇതൊന്ന് അറേഞ്ച് ചെയ്തേ. ഇത് 2 തന്നെയാണ്. 2 തന്നെയാണ്. ഇൻറ്റു a/m the whole raised to n. m into a. mn. അപ്പോൾ 2 into 7.2 14.4 വന്നോ? വന്നില്ലേടാ? ഡിവൈഡഡ് ബൈ 2 36. 6 into 6 36. ഒരു ഡെസിമലേ ഉള്ളതുകൊണ്ട് ഒരു ഡെസിമൽ ഇടും. Oh, 36. 3 points. 3.6. ഇനി ന്യൂമറേറ്റർ പാർട്ട് നോക്കിയാൽ ന്യൂമറേറ്ററിൽ എങ്ങനെയാണ് കിടക്കുന്നത്? a/m ഇൻറ്റു a/n ആണ്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? a/m + n. അതില്ലേ, എനിക്കതൊന്നും കൂടെ മീൻസ് ആ ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരണം. എങ്ങനെ മോളെ? അല്ല, എനിക്ക് ഇക്വേഷൻ അറിയത്തില്ല. അതാ ഞാൻ അതിൽ എഴുതുന്നത് ഇവിടെ. a/m ഇൻറ്റു a/n എന്താണ്? a/m + n. ഇങ്ങനെ ഉള്ളൂ. മീൻസ് എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2/3 ഇൻറ്റു 2/5 ഇൻറ്റു 2/7 ഇൻറ്റു 2/1 ഈസ് ഈക്വൽ ടു 2/16. എല്ലാം കൂടെ കൂട്ടി കൊടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ. എത്ര എണ്ണം വന്നാലും അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇവിടെ 2 ഇൻറ്റു 2 ഇത് ഈസ് ഈക്വൽ ടു 2 എത്ര വരും? 14.4 8.2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 12. 22.6 ഡിവൈഡഡ് ബൈ 2/3.6. a/m by a/n is equal to a/m - n. അപ്പോൾ എന്ത് ചെയ്യും? 22.6 മൈനസ് 3.6 19. അപ്പോൾ 2 മനസ്സിലായോ? മറ്റേത് ബാലൻസ് ചെയ്താൽ മതി. അതും പറഞ്ഞില്ല, നമ്മൾ ചെയ്ത് വരുന്ന വഴിക്ക് ഇതൊക്കെ ഇനി കിട്ടത്തുള്ളൂ. ഇപ്പോഴൊന്നും കിട്ടത്തില്ല. ഓക്കെ ആണോ? ഇനി ചെയ്ത് വരുമ്പോഴേ കത്തത്തുള്ളൂ. ഇപ്പോഴൊന്നും ഇതൊന്നും കത്തത്തില്ല. സമയം എടുക്കും ഇതൊക്കെ. 343 ഡിവൈഡഡ് ബൈ 512 ഇൻറ്റു 64 ഇൻറ്റു 56 ഡിവൈഡഡ് ബൈ 49 ഈസ് ഈക്വൽ ടു 7/x. ഓക്കെ, നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്ന ശ്രദ്ധിച്ച് അറേഞ്ച് ചെയ്തോണം. അറേഞ്ച് ചെയ്യുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റും. ആദ്യം അത് അറേഞ്ച് ചെയ്യല്ലേ? ഡിവിഷൻ 343 ബൈ 512 ഇൻറ്റു 64 ഇൻറ്റു 56 ഡിവൈഡഡ് ബൈ 49. മനസ്സിലായോ? 512 പറഞ്ഞ എന്താടാ? 512 ഫെമിലിയർ ആവണം. 8ന്റെ ക്യൂബ് എന്ന് പറയുമ്പം 8 ഇൻറ്റു 8 ഇൻറ്റു 8 ആണത്. 64 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ ക്യൂബ്. 8ന്റെ സ്ക്വയർ. 8ന്റെ തന്നെ പറ. നോക്ക്, 8ന്റെ സ്ക്വയർ അല്ലേ അത്? 8 ഇൻറ്റു 8. 4 പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 8ന്റെ സ്ക്വയർ അതല്ലേ? അപ്പൊ ഈ ഒരു 8 വെട്ടിക്കളഞ്ഞൂടെ? ഈ 8 വെട്ടിക്കളഞ്ഞൂടെ? മനസ്സിലായോ? അത് വെട്ടി. ഇനി 8നെ 56നെയും കട്ട് ചെയ്യാമോ? ടേബിൾ അറിയില്ലേ? 7 ഇൻറ്റു 8 56. 7 വെട്ടിയാ? 49 7. 343 എന്താടാ? 343 എന്താ? 7ന്റെ ക്യൂബ്. 7 ഇൻറ്റു 7 അത്. ഈ ഒരു 7 പോയി 7 ഉണ്ട്.
49 49 എന്ന് പറഞ്ഞാൽ എന്താ 7ന്റെ സ്ക്വയർ ആണ്. അതാണ് സ്ക്വയർ. 7 x എന്ന്. അപ്പോൾ x ഈസ് ഈക്വൽ ടു ഓ x is equal to 2 ആണ്. എളുപ്പമുണ്ടായിരുന്നു. ഉം. ഏ ഇത് നല്ലേ. നല്ലതായിരുന്നു. അടുത്തത് എങ്ങനെയാണ്? 5 x ഈക്വൽ ടു 25 4.9 ഡിവൈഡഡ് ബൈ 5 3 ഡിവൈഡഡ് ബൈ 125 625 നമുക്ക് ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചൊക്കെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ. ഇത് എവിടെ ഇടും, മേലെ ഇടണോ താഴെ ഇടണോ എവിടെ ഇടണോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാവും. അപ്പോൾ നമ്മൾ ഡിവിഷൻ എഴുതുന്ന രീതി അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മക്കളെ നമുക്ക് 5ൻ്റെ ബേസിലാണ് വേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലേ. അപ്പോൾ 25-ന് 5ൻ്റെ ബേസിൽ പറ. 5ന്റെ സ്ക്വയർ 5² 4/. ഇവിടെ ഡിവൈഡഡ് ബൈ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റു 1/, എന്നങ്ങ് മാറ്റി കൊടുത്താൽ മതി. എവിടെയെങ്കിലുമൊക്കെ ഡിവൈഡ് ബൈ കണ്ടാലേ അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരാണ്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റു 1/5 5 3 0.6 ആക്കി. ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല. വീണ്ടും ഡിവിഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 1/125 എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ ക്യൂബ് ഇൻറ്റു 625 0.5 എന്ന് പറഞ്ഞാൽ എന്താടാ? 0.25 എന്ന് പറഞ്ഞാൽ 1/4. 0.5 എന്ന് പറഞ്ഞാൽ 1/2. 0.75 എന്ന് പറഞ്ഞാൽ 1/3. അല്ല 3/4. 3/4 ഓക്കെ ആണോ? അപ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 625 1/2. 625 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? √625. 25. 25 ആയാ? ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എന്താടാ? 5ന്റെ സ്ക്വയർ അല്ലേ? ഓക്കെ ആണോ? അതെങ്ങനെ സ്ക്വയർ എഴുതിയേ? മനസ്സിലായില്ല. എന്ത് പറ്റിയടാ? അല്ല 625 1/2 അല്ലേ? റേസ് ടു 1/2. ആ 65 1/2 എന്ന് പറഞ്ഞാൽ √625 25. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്താ എഴുതി? 25 എഴുതാം. 25 കിടന്നു കഴിഞ്ഞാൽ 5² എന്ന് ഞാൻ മാറ്റി. പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ ആണോ? ഓക്കെ മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക? ബാക്കി പരിപാടികളൊക്കെ നടത്തും. a⁻m ഇൻറ്റു a⁻m അല്ല സോറി a⁻m the whole raised to n is equal to a⁻mn. അപ്പോൾ 5² ഇൻറ്റു 4.9 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 ഇൻറ്റു 9.8 ഇൻറ്റു മേലെ ഇനി ആരാ ഉള്ളത്? 5² ഡിവൈഡഡ് ബൈ അടിയിൽ ആരാണ് ഉള്ളത്? 5 1.8 ഇൻറ്റു 5³ മനസ്സിലായോ? മനസ്സിലായോടാ? a⁻m ഇൻറ്റു a⁻n എത്രയാ? a⁻m ഇൻറ്റു m plus n. അപ്പം മേലെ എത്ര? 5 9.2 9.8ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 11.8 ഡിവൈഡഡ് ബൈ താഴെ കൂട്ടുമ്പോൾ 4.8. അപ്പോൾ a⁻m ബൈ a⁻n എന്ന് വന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? കുറയ്ക്കണം. a⁻m മൈനസ് n 5 11.8 മൈനസ് 4.8 7. മനസ്സിലായോ? ഡൗട്ട് കാണും. ചെയ്ത് നോക്കുക. ഇനിയും ചെയ്ത് നോക്കുക. ഇനിയും ചെയ്ത് നോക്കുക. ഓക്കെ. സമയം എത്രയായി? 11. ഓക്കെ. ബാക്കി പവർ ഞാൻ പിന്നെ ഈ പവറെല്ലാം കൂടെ കഴിഞ്ഞാൽ കൊളാവത്തേ ഉള്ളൂ. പിന്നെ ഉണ്ടോ? ഇനി സിംപ്ലിഫിക്കേഷൻ്റെ സെയിം പരിപാടിയാണ് എന്ത് വരുന്നത്?
അപ്രോക്സിമേഷൻ. ഉം. അതും കൂടെ അങ്ങ് പറയാം. ഒരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് അപ്രോക്സിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം അത് നമ്മൾ ഇച്ചിരി ബോധവും കൂടെ വേണമെന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് 52.98 എന്ന് പറയുന്നത് നമ്മളതിന് എന്തായിട്ട് എടുക്കണം? 53. 52.55 എന്ന് പറഞ്ഞാൽ എത്ര എടുക്കണം? 52 എടുക്കും. 52. 5-ന് മേലിലല്ലേ ഇപ്പൊ? 52.5 ആണെങ്കിൽ അത് 52.5 ആയിട്ട് തന്നെ എടുത്തോണേ. ഓക്കെ. ഇതിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആക്കുക. താഴെയാണെങ്കിൽ ഇപ്പോൾ 52.49 52 തന്നെയാണ്. 5-ന് മേളിൽ വന്ന അടുത്ത നമ്പർ ഓക്കെ 5 ആണെങ്കിൽ അത് തന്നെ ഇടുന്നതായിരിക്കും. കാരണം നിങ്ങൾ അത് മിക്കവാറുള്ള ആൻസറിൽ അങ്ങനെ തന്നെ വരും. കാരണം അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ വേരിയേഷൻ വരും. ഓക്കെ. പിന്നെ അപ്രോക്സിമേഷൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. നിനക്ക് റൂട്ട് 625 എത്ര നിനക്കറിയാം. അവന്മാർ അവിടെ ഇടുന്നത് റൂട്ട് 624 മനസ്സിലായോ? അപ്പം നിന്റെ മൈൻഡിൽ വേണം, നിന്റെ തൊട്ടടുത്തുള്ള റൂട്ട് ഏതാണ്? 625 25 ചെയ്തോണം. അപ്പം അതിനാണ് ഈ സാധനങ്ങൾ അറിയാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. നമ്മൾ വേറെ ക്യൂബ് റൂട്ട് ഓഫ് 1730 പെട്ടെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കത്തേ ഉള്ളൂ. 1728 പക്ഷെ 1728 ആണെങ്കിൽ എന്താണ്? 12 ഇങ്ങനെ തരുവോ? അപ്പോൾ ഇതാണ് ഈ അപ്രോക്സിമേഷൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മൾ നമ്പേഴ്സ് അത്രയും ഫെമിലിയർ ആയിരിക്കണം. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നമ്പേഴ്സ് ആയിരിക്കും കിടക്കുന്നതെന്നേ ഉള്ളൂ. എന്താ ഇഷ്യൂ എന്ന് മനസ്സിലായോ? മനസ്സിലായി. വേറെ പ്രശ്നമൊന്നും വരത്തൊന്നുമില്ല. പിന്നെ കാണും നമ്മളിപ്പോൾ പേഴ്സൻറ്റേജ് പഠിക്കുന്നില്ലേ? പേഴ്സൻറ്റേജിൻ്റെ കേസിൽ വരുമ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുറച്ച് പേഴ്സൻറ്റേജ് മാറ്റണമെന്നല്ല, ഫ്രാക്ഷനും കൂടെ പഠിക്കണം. അയ്യോ, സൊല്യൂഷൻ അയച്ചില്ലല്ലേ. എടാ, നീ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കിയില്ലായിരുന്നാ? ഏതാ ഇന്നാളെ തന്നെയാണോ? ഇന്ന് രാവിലെ തന്ന സിംപ്ലിഫിക്കേഷൻ. അതിന്റെ സൊല്യൂഷൻ എന്തേ? ചോദിക്കണ്ടേ? ഞാൻ അവിടെ നിന്ന് ചേട്ടനെ വിളിച്ചപ്പോ ഞാൻ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനിരുന്ന് ചെയ്ത് ഞാൻ ഓർത്തില്ല. അയച്ചേക്കാം. ഓക്കെ. അപ്പം ഈ അപ്രോക്സിമേഷനൊരു അപ്പം നമ്മൾ ഫ്രാക്ഷനോട്ടാണ് പോയത്. നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ ഫ്രാക്ഷൻ ഒന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞേ. 1/2 പറ, ഫ്രാക്ഷൻ പറ. 1/2 50%. 1/3 33.33. അതിനെ എന്ത് ചെയ്യുക? 33 1/3 എന്നും കൂടെ പഠിക്കുക. അടുത്ത പറ. 1/4 25%. 1/5 20%. 1/6 16.66. എന്തും കൂടെ പഠിക്കണം. 16 1/6. 2/3. ഇതും പഠിക്കണം. അത് പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇത് പഠിക്കാൻ എന്താണ് 0.33 എന്ന് പറഞ്ഞാൽ 1/3. ഇതിൻ്റെ ഇരട്ടിയാണത്. 0.66 എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ 0.99 വരത്തില്ല. 0.9 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയി അല്ലേ? ഇത് രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ. എവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞ മറ്റേ സാധനം വരുന്നത്? 0.33 1/3, 0.66 2/3, 0.25 1/4, 0.5 1/2, 0.75. ഇതിങ്ങനെ നമുക്ക് തന്നെ അവിടെ നിന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ അടുത്ത എന്താണ്?
നോക്കുന്നില്ല. ആ കിട്ടി. ഓക്കെ. അപ്പോൾ ഇത് 1/6 ഇങ്ങനെയും പഠിക്കണം. അടുത്തിട്ട് 1/7 14.28. അതിനോട് എന്തും 14.28. പഠിക്കണം. 14 2/7 പഠിക്കണം, വേറെ വഴിയില്ല. ഓക്കെ, രണ്ടും പഠിക്കണം. 14 2/7. ഇനി നാളെ തൊട്ട് എഴുതുമ്പോൾ ഇതുകൂടെ ചേർത്ത് എഴുതി പോക്കോണേ. 1/8 12.5. അതുതന്നെ അറിയാമല്ലോ 12.5 ആണെന്ന് ഇങ്ങനെ എഴുതാൻ. ഓക്കെ. 1/9 11.0. ആ 11. അതിനെ എങ്ങനെ എഴുതണം? 11 1/9. 1/9. ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കാനും പഠിക്കണം. 1/9 എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്പിൾസ് 1/9 എന്ന് പറയുമ്പോൾ 11.11. അപ്പോൾ 2/9 എന്ന് പറയുമ്പോൾ 22.22. 3/9 എന്ന് പറയുമ്പോൾ 33.33. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? 55.55% ഓഫ് 81 എന്നായിരിക്കും. അപ്പം നമ്മൾ നോർമലി ചെല്ലുന്ന ഒരാൾക്ക് ഈ സാധനം അറിയോ? പക്ഷെ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണിത്. 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9 ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. അത് 9ഉം 11 തിരിഞ്ഞും പറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ 55.55 നമ്മൾ എന്ത് എഴുതും? 5/9 × 81 45. മനസ്സിലായ? അപ്പം ബാക്കി എന്തൊക്കെയാണ്? അപ്പോൾ ഇതിങ്ങനെ അപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ 55.55 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5/9 എന്ന് എടുക്കാം. അപ്പോൾ ഇനി 1/10 അറിയാം, 10%. 1/11 എത്രയാ? 9.09. അതിനെ അപ്പോൾ എങ്ങനെ മാറ്റണം? 1/11 is equal to 9.09 is equal to 9 1/11. ഇതാണ് നോക്ക്. 11 1/9. അപ്പോൾ 22.22 എത്ര വരും? 22 2/9. 33 3/9. 55 5/9. എളുപ്പമാ. ഇതെത്ര വരും? ഇതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര? 2/11 എത്ര വരുന്നത്? ഡബിൾ പറ. 9ൻ്റെ ഇരട്ടി 18.18. അല്ലെങ്കിൽ 18 2/11. 3/11 എത്ര വരുന്നത്? 9ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 27.27. അല്ലെങ്കിൽ 27 3/11. അടുത്ത അപ്പോൾ 7/11 എത്ര വരും? 9 × 7 63.63. അപ്പോൾ 63 ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടും ഡെസിമലും പഠിക്കണം. മീൻസ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ പിന്നെ സ്മൂത്തായിട്ട് ചാപ്റ്റർ പോകാൻ പറ്റും. ഈ കാൽക്കുലേഷൻ പാർട്ടുകൾ. ഓക്കെ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇത് പഠിച്ചോ. കുറച്ചേ അങ്ങോട്ടൊന്ന് പഠിക്കുക. എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ സമയമുണ്ട്, പയ്യെ പോയാൽ മതി. അടുത്ത 1/12 എന്ത് വരുന്നത്? 8.33 അല്ലായിരുന്നു? ഇപ്പോൾ വാങ്ങിക്കും. 1/12 8.33. 0.33ക്ക് എന്താ ഞാൻ പറഞ്ഞത്? 0.33ക്ക് 8 അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു മേലെ. അടുത്ത 1/13 7.69 is equal to 7 9/13. ഇതൊന്നും എനിക്കും അറിയത്തില്ല കേട്ടോ. നീ പക്ഷെ പഠിച്ചോ. എനിക്കറിയത്തില്ല. 1/14 അറിയാലോ? എത്രയാ? 7.14. ഇതെനിക്കറിയാടാ. 7 1/5. ഇതൊക്കെ നമ്മുടെ സ്ഥിരം വരുന്ന സാധനങ്ങൾ. ഈ 1/14 ഒക്കെ
ഈ സ്ഥിരം വരുന്ന ഞാൻ പറയാം 1/14, 1/12, 1/11, 1/9, അതൊക്കെ സ്ഥിരം വരുന്ന സാധനങ്ങളാണ്. ഈ 1/13 ഒന്നും എപ്പോഴും അങ്ങനെ വരാറില്ല, അതുകൊണ്ട് അത് പഠിക്കാത്ത. നമ്മൾ നീ ഇപ്പം പഠിച്ചാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ നീ അത് കണ്ട് ശീലവും. ആദ്യമൊന്നും കിട്ടത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് യൂസ്ഡ് ആവും. ഇതാണ് എന്നുള്ളത് മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. അത് അടുത്തത് 1/15, 6.66 എന്താ പറഞ്ഞ 2/3, 6/2/3. കുറേയൊക്കെ എളുപ്പം കിട്ടും. 1/16 ആകുമ്പോൾ 1/16 എങ്ങനെ പഠിക്കുക? 1/16 ആണ്. 1/16 എന്ന് പറയുമ്പോൾ അത് 1/8ൻ്റെ പകുതിയാണത്. 1/8ൻ്റെ പകുതിയാണ് 1/16. 1/8 എത്രയാണ്? 12.5. അതിൻ്റെ പകുതി 6.25. 6 1/4. മനസ്സിലായോ? ഇങ്ങനെ പകുതിയുള്ള കുറേ ഉണ്ട്. 1/17 ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല, കാരണം ഇതൊന്നും നമ്മൾ എപ്പോഴും വരുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് ഇത് നീ വേണമെങ്കിൽ ഡെസിമലൊക്കെ മാത്രം പഠിച്ചു വെച്ചാലും മതി. 5.88 അതറിയാം. ആവശ്യമില്ലാത്തെല്ലാം പഠിച്ചു വെച്ചോ. ഞാനിതെല്ലാം കാണാതെ പഠിച്ചു. അതാ എനിക്ക് മറ്റേത് കേട്ടപ്പോ എന്തോ 5 15/17 വരും. 1/18 വേണം കേട്ടോ. 1/18 വേണം, 1/16 വേണം, 1/15 വേണം. 1/13 അങ്ങനെ വല്ലപ്പോഴേ ഉള്ളൂ, 17 വല്ലപ്പോഴേ ഉള്ളൂ. 5.55 അല്ലെങ്കിൽ 5/9. അടുത്തത് 1/9, ഇതും വല്ലപ്പോഴേ വരാറുള്ളൂ. 5.26. സീരിയസ് ആയിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സ്പോട്ടിൽ കണ്ടുപിടിക്കുമായിരുന്നു. 100/19 ഇട്ടിട്ട്. ഞാൻ വെറുതെ പിന്നെ മറ്റേതും കൂടെ തന്നിരുന്നു, ഞാൻ മറ്റേത് അപ്പൊ പഠിച്ചേ. 5/90 ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ ഒരു മാസം ചെയ്യുമ്പോൾ ഒരു കണക്കിന് ആവശ്യം വരും. വല്ലപ്പോഴും ഒക്കെ വരും. അപ്പം ഇങ്ങനെ പെർസെൻറ്റേജും കൂടെ പഠിച്ചെടുത്തൊന്ന് എഴുതുമ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനകത്ത് ആവശ്യമുള്ള ഏതൊക്കെയാണ് ഞാൻ പറയും. 1/, തൊട്ടുള്ള എല്ലാം വേണം. 1/2, 1/3, 1/4, 1/8, 1/10 വരെ കംപ്ലീറ്റ് വേണം. ഇതിനകത്ത് 1/13 വല്ലപ്പോഴേ ചോദിക്കാറുള്ളൂ. 1/17 1/19 വല്ലപ്പോഴേ ഉള്ളൂ. പക്ഷേ ഈ മൾട്ടിപ്പിൾസ് എടുത്തോണം. 1/11ൻ്റെ മൾട്ടിപ്പിൾസ്, വേറെ ഇതിൻ്റെ 1/9ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ. എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ന് പവർ പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേഷൻ തന്നെയല്ലേ? അത് തന്നെ മതി. കാൽക്കുലേഷനും ഫ്രാക്ഷൻ പവർ. പവർ കാൽക്കുലേഷൻ, പവർ, ഫ്രാക്ഷൻസ്. സിംപ്ലിഫിക്കേഷൻ D3. ഓ ഷിറ്റ്, സേവ് ചെയ്തില്ല ഒരു പേജ്.
അപ്രോക്സിമേഷൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻ കാണിക്കാതൊന്നും ഇല്ലേ? ഒരു അപ്രോക്സിമേഷൻ എടുക്കാൻ ഇല്ലാത്ത നോക്കി എന്ത് കഷ്ടപ്പാടാ. ഒന്നുമില്ലേ? ഓ ഷിറ്റ്. മെസ്സേജ് നമ്പർ DI ഓ ഷിറ്റ്. സാരമില്ലേ. അപ്രോക്സിമേഷൻ അയ്യോ ഇത് വേണ്ട 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 സാധനമുണ്ട്. അല്ല ഇതാണ് അപ്രോക്സിമേഷൻ്റെ കേസ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സെയിം പോലെ തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാൽ കിടക്കുന്നുണ്ടോ? എങ്ങനെയാണ് കിടക്കുന്നത്? ഇതിപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഹലോ, 20% ആയിട്ട് എടുക്കണം. 20% ആയിട്ട് 20% എഴുതാനൊന്നും നിൽക്കില്ല. 20% എത്രയാ? 1/5 1/5 ഇൻറ്റു 3600 മൈനസ് 45%. ഓ അത് ഞാൻ പറഞ്ഞുതരാം. 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ്. 5% 1/20 ആണ്. 10% 2/20 അല്ലെങ്കിൽ 1/10. 15% എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും 1/20 ആയിരിക്കും. പിന്നെ ഫാക്ടർ ഇപ്പം 15 ആണെങ്കിൽ 5 × 3 അല്ലേ, 3/20. 35% ഇവിടെ ആണെങ്കിൽ 9/20. 35 ആണെങ്കിൽ 7/20. 45 ആണെങ്കിൽ 9/20. 55 ആണെങ്കിൽ 11/20. 95 ആണെങ്കിൽ 19 × 5 19/20. ഓക്കെ, അപ്പോൾ 45% 9/20 ഇൻറ്റു ഇത് കണ്ട 640 അപ്പോൾ നമ്മൾ നോർമൽ അപ്രോക്സിമേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നങ്ങ് കളഞ്ഞിട്ട് 640 എന്നാക്കും. പക്ഷെ 01 നമുക്ക് അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 01 വന്നു കഴിഞ്ഞാൽ എനിക്ക് 0 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഇതാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താലേ പെട്ടെന്ന് ഇങ്ങനെ നമുക്കെടുത്ത് കളയാൻ പറ്റും. അപ്പോൾ 0 കട്ട് ചെയ്ത് 640ൻ്റെ പാതി 320 ഇൻറ്റു 9. അപ്പോൾ ഇതിൻ്റെ പാതി അതാണ്ട 3600/5 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും?
ഇരട്ടി ഇരട്ടി എടുത്തിട്ട് എടുത്താ ഒരു ഡെസിമൽ മാറ്റും. ഒരു ഇരട്ടി എത്രയാ? ഡെസിമൽ മാറുന്നു. 72 പൂജ്യങ്ങൾ ഒരു 7,000 ഡെസിമൽ പോകുമ്പോൾ 720. 720. 720 മൈനസ് 320 ഇൻറ്റു 9. 9 10 93 27 28. അപ്പോൾ 2880 മൈനസ് 2880. ക്വസ്റ്റ്യൻ തീർന്നില്ല, ബാക്കി ഉണ്ടായിരുന്നു. ഈക്വൽ ടു എക്സ് മൈനസ് ഇതെന്ത് ചെയ്യും? 3660. അതും കൂടി ഇപ്പുറത്ത് വരും. അപ്പം മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് 3660 മൈനസ് 2880 ആകുമ്പോൾ 0 2 8 5 6 8 3 7 780 പ്ലസ് 720 14 15. ഓക്കെ. ഷോ എന്താ ഈ 5% പറഞ്ഞു തന്നെ 4ൻ്റെ നോക്കിക്കോളേടാ. 4% എന്ന് പറഞ്ഞാൽ 1/25 ആയിരിക്കും. ഒന്നുമില്ല, 25% എത്രയാ? 1/4. 4% 1/25. അപ്പം 8% 2/25. മൾട്ടിപ്പിൾ അങ്ങ് പോയാൽ മതി. 16 ആകുമ്പോഴത്തേക്ക് 4/25. 32 ആകുമ്പോഴത്തേക്ക് 8/25. 64 ആകുമ്പോഴത്തേക്ക് 16 × 4 16/25. മനസ്സിലായോ? ഇതൊക്കെ മൾട്ടിപ്പിൾസ് വരും. ഇതൊക്കെ എപ്പോഴും വരുന്ന സാധനങ്ങളാണ്, മൾട്ടിപ്പിളുകൾ, ചെറിയ നമ്പേഴ്സിൻ്റെ. അപ്പോൾ അടുത്ത നമ്പറിനെ നമ്മൾ എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് നോക്കിയേ. 54.3 എന്ന് പറയുമ്പോൾ 54. അടുത്തത് ഇൻറ്റു 20 മൈനസ് 65 ഇൻറ്റു 13. അത്രയേ ഉള്ളൂ. ഇതാണ് 54 × 2 എന്ന് പറയുമ്പോൾ 1080 മൈനസ് 65 × 13. നമുക്ക് ഇങ്ങനെ നമ്മൾ വേഗം ചെയ്യില്ലേ? 15 18 5 23 24 6 6 7 8 95 5 7 2 8 185. 185 ഓപ്ഷൻ ഇല്ലേ? തെറ്റി. ഒന്നെങ്കിൽ തെറ്റിയിട്ടുണ്ട്. തെറ്റാണ്ടിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. നൺ ഓഫ് ദീസ് ഇല്ലല്ലോ. അപ്പോൾ തെറ്റി. എവിടെ തെറ്റിയെന്ന് നോക്ക്. 54 × 20 മൈനസ് 65 × 13. 54 × 20 108 പൂജ്യമാണല്ലോ അല്ലേ? 65 × 13 ആണോ ഇനി തെറ്റിയത്? 15. ഒന്ന് ബാലൻസ് 18 15 23 1 24 24 ഒന്നുമില്ലടാ. 10 5 5 7 4 പോയി കഴിഞ്ഞാൽ 3 235. കൂട്ടി തെറ്റിയതാ. അപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? തെറ്റും, ഉറപ്പായിട്ടും തെറ്റും. ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സിംപ്ലിഫിക്കേഷനുമായി അപ്രോക്സിമേഷനുമായി ഇനി ഇത് രണ്ടും സുഖമായിട്ട് പവറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അടുത്തത് 75.06 എന്ന് പറഞ്ഞാൽ 75. അപ്പോൾ നമുക്ക് 75% ഓഫ് ഇത് എത്രയാണ് വരുന്നത്? 399 എന്താക്കുക? 400 ആക്കുക. പെർസെൻറ്റേജിന് 2 പൂജ്യവും കട്ട് ചെയ്ത് കളഞ്ഞ് 75 × 4 എടുക്കാം. 75ൻ്റെ ഇരട്ടി 75ൻ്റെ ഇരട്ടി 150. 150. ഇരട്ടി 300. കണ്ട, അതൊക്കെ നമ്മൾ മൈൻഡിൽ നമുക്ക് പോകാൻ പറ്റും. ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടി എടുക്കുക. ബൈ 4 എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കുക. പ്ലസ് 45% വീണ്ടും വന്നു. 9/20 ഇൻറ്റു 180. 179 എന്താക്കി? 179 എൻ്റെ എളുപ്പത്തിന് 180 ആക്കി. മനസ്സിലായി? 180 കട്ട് ചെയ്യുമ്പോൾ 9 9 81 181. പ്രാക്ടീസ് ചെയ്താലേ പറ്റൂ, വേറെ ഒന്നും നടക്കത്തില്ല.
അടുത്ത 8.12 8ൻ്റെ സ്ക്വയർ 64 പ്ലസ് 6.1 ആകുമ്പോൾ 6ൻ്റെ സ്ക്വയർ 36, അപ്പം 100 പ്ലസ് 9.9 എന്ന് പറയുമ്പോൾ 10ൻ്റെ സ്ക്വയർ 100 200. ഷൂ എന്താടാ ഞാൻ ഇത്രന്ന് ചിന്തിക്കും ഇത് തന്നെ നടക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്ത് ചേട്ടൻ അപ്രോക്സിമേറ്റ് ചെയ്ത. മനസ്സിലായില്ല? ഞാൻ നോക്കി ചേട്ടൻ ഇത്ര പെട്ടെന്ന് 8.12 സ്ക്വയർ ഒക്കെ പറയും. നമ്മൾ ചെയ്യുന്ന സാധനം ഏതാണ്? അപ്രോക്സിമേഷൻ. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചോണം. സിംപ്ലിഫിക്കേഷനും ഉണ്ട്, അപ്രോക്സിമേഷനും ഉണ്ട്. ഏതാണുള്ളത് നോക്കുക. നിനക്കിപ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ട് 3.92 പ്ലസ് 4.13 എന്ന് എഴുതിയിട്ട് ഇതിനെ 4ഉം ഇതിനെ 4ഉം നോക്കി 8 എന്ന് എഴുതി, അത് തെറ്റാ. ഓക്കെ, ഇത് സിംപ്ലിഫിക്കേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 3.92 പ്ലസ് 4.13 ഈസ് ഈക്വൽ ടു 5, 10, 8.05 എന്ന് തന്നെ അവിടെ കിട്ടണം. അപ്രോക്സിമേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ 3.94 4.14 8. ക്വസ്റ്റ്യൻ വായിച്ചോളുക. ഇതെന്താണ് നടക്കുന്നത്? മനസ്സിലായോ? മനസ്സിലായി. ഇത് കണ്ട, ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു സാധനത്തിന് റൂട്ടില്ല. ഇത് നീ നേരത്തെ എന്നോട് ചോദിച്ച നമ്പർ 54 അല്ലേ? അതാണ്, പിന്നെ റൂട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കുറഞ്ഞ ഇതെടുക്കണം. കുറഞ്ഞെന്ന് എടുക്കാൻ നീ എങ്ങോട്ട് കുറയ്ക്കും? നീ 75ൻ്റെ അപ്പുറത്തും വരാം ഇപ്പുറത്തും വരാം. മനസ്സിലായോ? ഇതിനാണ് റൂട്ടൊക്കെ വരണമെന്ന് പറയണ. റൂട്ട് അത്യാവശ്യം യൂസ്ഡ് ആകുമ്പോൾ റെഡി ആവൂടാ. അതിപ്പോൾ കണ്ടത്, ഇപ്പം ഞാൻ അത് പറയുന്നില്ല, കുറച്ചായിട്ട് പിന്നെ ആവട്ടെ. ചെറിയ ചെറിയ അപ്രോക്സിമേഷൻ കളിച്ച് കണ്ട. ഇതാ കണ്ട, ഇതൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യും. ഇപ്പം ഞാൻ ഇൻ കേസ് ഞാൻ തന്നാലും ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്താൽ ബാക്കി ഞാൻ പറഞ്ഞു തന്നോളാം. വേണ്ട 45% 9/20 ഇൻറ്റു 540 പ്ലസ് 33.33, അത് 1/3 ഇൻറ്റു 600 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 6.9 7ൻ്റെ ക്യൂബ് 343. 250/9 ഇത് 27 എന്ന് കിട്ടും. 27 × 9 എന്ന് പറയുമ്പോൾ 18ഉം 63ഉം 243 പ്ലസ് 200 443 മൈനസ് 343. ഈ പ്ലസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 100. എന്തിൻ്റെ സ്ക്വയറാ? 100 ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാ വന്നേ. എക്സ് 10. മനസ്സിലായില്ലേ? എഴുതണമെന്നൂടെ? അല്ല 10 ഇല്ലല്ലോ. അതെ, ഇവിടെ താരം ഇ എന്ന് പറഞ്ഞ എന്തോ കിടക്കുന്നേ. കുത്താൻ മടിക്കരുത്. മനസ്സിലായ? ഓക്കെ, നീ നമ്പർ ഓഫ് ദിസ് ചോദിക്കുന്ന ഇല്ലാത്തായിരിക്കും. ടെൻഷനാ നൺ ഓഫ് ദീസ് കണ്ട. ഇത് നോക്ക്, 60% എന്ത് ചെയ്യാം? രണ്ട് രീതി ചെയ്യാം. നാട്ടിൽ പറഞ്ഞത് 60% ഓഫ് 549 എന്ത് ചെയ്യാം? 550. അപ്പൊ ഈ 0 വെട്ടിക്കളഞ്ഞൂടെ? 55 × 6 നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇത് 11ൻ്റെ മൾട്ടിപ്പിളാ അല്ലേ? 6 × 5 11 × 6 × 5 പറ. 30. രണ്ടറ്റത്തായിട്ട് എഴുതിയിട്ട് രണ്ടും കൂടെ കൂട്ടിയും കൊടുത്താൽ മതി. 330 പറഞ്ഞുതരാം. 44 × 6 6 × 4 24. 4 രണ്ടും കൂടെ കൂട്ട്. 6 + 2 6. ഇതാണ് അതിൻ്റെ ആൻസർ. 88 × 4 8 × 4 32. 3 + 2 5. 5. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ പിന്നെ ഓർത്തിരുന്ന് പെട്ടെന്ന് കിട്ടില്ലല്ലോ. നമ്മളിതിങ്ങനെ
ഇപ്പം ഇന്ന് കേട്ടാലും നാളെ മറക്കും. പക്ഷെ അടുത്ത തവണ പറയുമ്പോൾ ഞാൻ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ. ഇപ്പം 88 × 7 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 56 വരും. 5 6 കൂടെ 11 ഇങ്ങനെ എഴുതിക്കോണം. 11ൻ്റെ 5 ഇവിടെ വേണം ഒരു ബാലൻസ്. അപ്പം 616. ഇവിടെ ഒരു പ്ലേസ് വാല്യൂ ഇവിടെ എഴുതാവും. ഓക്കെ. അപ്പോൾ ഇവിടെ 55 × 6 നമുക്ക് 330 കിട്ടി. പ്ലസ് 2.5 അപ്പോൾ 2.5% ഓഫ് 801 എന്ത് ചെയ്യും ഞാൻ? 800 ആക്കും. 2 0% കട്ടായിപ്പോയി. അപ്പോൾ 2.5 × 8 എന്നായി അല്ലേ? 2.5 × 8 എന്ത് ചെയ്യാം നമുക്ക്? ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ 2.5 × 8 ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2.5 എന്ന് പറഞ്ഞാൽ 5/2. 2.5 5/2 അല്ലേ? 5/2 × 8 എന്നാക്കാം. 4 20. അപ്പോൾ പ്ലസ് 20. അപ്പം 330ഉം 20ഉം കൂടെ 350. 350 എന്ന് പറയുന്നത് X% ഓഫ് 1051 ഞാൻ എന്ത് ചെയ്യും? 1050 എന്നാക്കും. കട്ട് ചെയ്ത് കളയണ്ടേ? 350 = X% ഓഫ് 1050. X% എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? X/100. X/100. 0 കട്ട് ചെയ്തു പോയി. ഇനി 350നെയും 105നെയും ഞാൻ 5 വെച്ച് കട്ട് ചെയ്യുക. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 70. ഇത് 21. 70നെ 21നെ 7 വെച്ച് കട്ട് ചെയ്തൂടെ? 7 × 3 7 × 10. ഈ 10 ഇനി ഇവിടെ ഇപ്പം നമുക്ക് എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്? 10 = X/10 × 3 എന്നാണ്. അപ്പോൾ ഈ 10 ഇവിടെ കൊണ്ടുപോകുമ്പോൾ എന്താവും? 100 ആവും. = X × 3 എന്ന് വരും. അപ്പോൾ X = 100/3. 100/3 എന്ന് പറയുമ്പോൾ 33.33. ഓക്കെ. അപ്പോൾ ഇതാണ് അപ്രോക്സിമേഷൻ. ശരിക്കും പറഞ്ഞാൽ അപ്രോക്സിമേഷൻ നല്ലപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. ശരിക്കും പറഞ്ഞാൽ അപ്രോക്സിമേഷൻ നല്ലപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ തനിയെ ശരിയായിക്കോളും. വേറെ നോക്കേണ്ടതുകൊണ്ട് അപ്രോക്സിമേഷൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പം ടാറ്റ. ഇനി ഇതൊക്കെ ഇനി പോയി പഠിക്കുക. 2 ദിവസത്തേക്ക് നാളെ ഇനിയിപ്പോൾ ഒന്നും കാണത്തില്ല കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് പഠിക്കുക. ഇനി മറ്റന്നാൾ തരാം. ശരി.